വിപണിയിലെ വില എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അരി മുതൽ എല്ലാം എടുത്ത് നോക്കണമല്ലോ. എല്ലാ സാധനമൊക്കെ വാങ്ങാനായിട്ടൊക്കെ എല്ലാവരും ഓണക്കാലത്ത് തയ്യാറെടുക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് നമുക്ക് ആ കണക്കുമായിട്ട് ഒന്ന് കയറി നോക്കാം. മട്ട അരിയുടെ നിലവിലത്തെ വില എത്രയാണ്? നിങ്ങൾ വാങ്ങുന്നത് മട്ട അരിയാണെങ്കിൽ അത് എത്രയാണ്? ഇത് മാറ്റം എത്രത്തോളം വന്നിട്ടുണ്ട്? അതുകൂടിയൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു പോകേണ്ടത്. എല്ലാ സാധനം കൂടി വാങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ ഓരോന്നിന്റെയും വില അങ്ങനെ ശ്രദ്ധിക്കാതെയും പോകും. മട്ട അരിയുടെ നിലവിലെ വില നോക്കൂ. വിപണിയിലെ വില 46 മുതൽ 51 രൂപ വരെയാണ്. അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. 49 മുതൽ 56 രൂപ വരെയായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ. ജയ അരിയുടെ വില വിപണിയിൽ 39 മുതൽ 41 വരെയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 45 മുതൽ 51 വരെയായിരുന്നു. സുരേഖ അരിയുടെ കാര്യം നോക്കൂ. സുരേഖ അരിക്ക് നിലവിലെ വില 43 മുതൽ 47 വരെയാണ്. കഴിഞ്ഞ വർഷം അത് 46 മുതൽ 54 വരെയായിരുന്നു. പച്ചരിയുടെ വില 31 മുതൽ 39 വരെയാണ്. ഇപ്പോൾ 35 മുതൽ 40 വരെയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം. ഡൊപ്പി അരി 34 മുതൽ 46 വരെ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അത് 38 മുതൽ 48 വരെയാണ്. പൊന്നി അരിയുടെ വില 42 മുതൽ 65 വരെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ, അതായത് ഇതേ സമയം 55 മുതൽ 70 രൂപ വരെയാണ്. അപ്പോൾ അരിയുടെ കാര്യത്തിൽ നമുക്ക് വില കുറഞ്ഞു നിൽക്കുകയാണ്, കണ്ടല്ലോ. ഇനി പലവ്യഞ്ജനമാണല്ലോ പ്രധാനം. പലവ്യഞ്ജനത്തിന്റെ വില പയറടക്കമുള്ള എല്ലാത്തിന്റെയും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2024 ഓഗസ്റ്റിൽ 160 രൂപയായിരുന്നു പയറിന്. അന്ന് നമ്മൾ വില കൂടിയെന്നുള്ളത് പറഞ്ഞതാണ് ഇതേ വേദിയിൽ തന്നെ. ഇപ്പോൾ അത് 95 മുതൽ 118 രൂപ വരെയാണ് നിൽക്കുന്നത്. ഉഴുന്നിന് നിലവിലെ വിപണി വില 99 മുതൽ 109 രൂപ വരെയാണ്. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ അത് 145 മുതൽ 150 വരെയായിരുന്നു. പരിപ്പിന്റേത് 82 മുതൽ 95 വരെയാണ് ഇപ്പോൾ. അത് കഴിഞ്ഞ വർഷം 110 മുതൽ 120 വരെയായിരുന്നു. ചെറിയ ഉള്ളിയുടെ വില വലിയ വ്യത്യാസമില്ലാതെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ 53 രൂപ. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അത് 56 ആയിരുന്നു. ഉരുളക്കിഴങ്ങിന് ഇപ്പോൾ 32 രൂപയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അത് 42 രൂപയാണ്. അപ്പോൾ നമ്മൾ പലവ്യഞ്ജനവും പരിശോധിച്ചു കഴിഞ്ഞു, അരിയും നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് പച്ചക്കറിയിലേക്ക് കിടക്കാം. പച്ചക്കറിയുടെ വില വന്നു കഴിഞ്ഞാൽ പച്ചമുളക് ആദ്യം, അതാണല്ലോ എല്ലാ കറികൾക്കും നമുക്ക് ആവശ്യമുള്ളതാണ്. പച്ചമുളകിന്റെ നിലവിലത്തെ വില 47 രൂപയാണ്. കഴിഞ്ഞ വർഷം അതൊരു 7 രൂപ കൂടുതലായിരുന്നു, 54 രൂപയായിരുന്നു. ചെറുനാരങ്ങയ്ക്ക് 105 രൂപയായിരുന്നു. അതിന്റെ വിലയും മാറ്റം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇപ്പോഴത്തെ വിപണി വില 54 രൂപയാണ്. ഇഞ്ചിക്ക് മാറ്റമുണ്ട്. 74 ആണ്, 105 ആയിരുന്നു. ക്യാരറ്റ് 42 ഇറങ്ങി, 50 ആയിരുന്നു കഴിഞ്ഞ വർഷം. വെളുത്തുള്ളി 104 ഇറങ്ങി, 169 ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ വില എന്ന് പറയുന്നത്. അപ്പോൾ കാര്യമായ വില മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അപ്പോൾ കീശ കീറാതെ നമുക്ക് ഇക്കൊല്ലം ഓണം ആഘോഷിക്കാം. കഴിഞ്ഞ കൊല്ലത്തേക്കാൾ വില കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓണം ആഘോഷത്തിന്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുന്നതിന്റെ ഒരു ആശ്വാസത്തോടെ സാധാരണക്കാർ എത്തുകയാണ്.